ഹലോ, നിങ്ങളാരെങ്കിലും കൂന്തൽ നിറച്ചത് കഴിച്ച് നോക്കിയിട്ടുണ്ടോ? എന്നാൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് 2 ചെറിയ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില ഇത്രയും ഐറ്റംസും അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ വലിയ ജീരകം ചെറുതായിട്ടൊന്ന് ചതച്ചതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു കേട്ടോ. വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുത്തു. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഇതാ നമ്മളെ മെയിൻ ഐറ്റം കൂന്തൽ നന്നായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചിറകിൻ്റെ ഭാഗം നമ്മൾ സെപ്പറേറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെക്കണം കേട്ടോ. അപ്പം നമ്മൾ പൊടി ഐറ്റംസൊക്കെ ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം കുറച്ച് തേങ്ങ ചിരകിയത് അതിലോട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കളറൊക്കെ ചേഞ്ചായി വന്നതിന് ശേഷം ലാസ്റ്റായിട്ട് നമ്മൾ ചെറുതായിട്ട് അതിൻ്റെ ചിറകിൻ്റെ ഭാഗം അരിഞ്ഞ് വെച്ചതും കൂടെ അതിലോട്ട് ചേർത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് വാട്ടിയെടുത്താൽ നമ്മളെ ഫില്ലിങ് റെഡിയായി. പിന്നെ നമ്മൾ ക്ലീനാക്കി വെച്ച് കൂന്തലിലോട്ട് ഈ ഒരു ഫില്ലിങ് നിറച്ച് കൊടുക്കുക. എന്നിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ അതിൽ ഇങ്ങനെ ഈർക്കിലോ ടൂത്ത് പിക്കോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് അത് അടക്കണം. പിന്നെ നമ്മളിതാ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഈ ഒരു കൂന്തൽ നിറച്ചത് അതിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് അതിലോട്ട് ആ ഒരു മസാല പിടിക്കണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. സംഭവം അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ.